ഈ ലഹരി ഉപഭോഗത്തിൻ്റെ വർധനവ് ആശങ്കാകുലമാണ്. അതിൽ ഈ പുകയില ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ സിന്തറ്റിക് ലഹരിയുമൊക്കെ ഇപ്പോൾ വ്യാപകമായി നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ എൻ ഡി പി എസ് ആക്ടിൻ്റെ ഒരു പരിമിതി അതിൻ്റെ പീനൽ സെക്ഷനാണ്. 1 കിലോ കഞ്ചാവ് പിടിച്ചാൽ 200 രൂപ ശിക്ഷയുള്ളൂ. ലക്ഷക്കണക്കിന് രൂപ ലാഭമുണ്ടാക്കുന്ന ഈ മാഫിയകൾ ഈ ഫൈനടച്ച് പോകുന്നതിന് യാതൊരു പ്രയാസമല്ല, വീണ്ടും ഇത് ആവർത്തിക്കുകയാണ്. ഇക്കാര്യത്തിൽ എൻ ഡി പി എസ് ആക്ട് സെൻട്രൽ ആക്ട് ആയതുകൊണ്ട് തന്നെ അത് ഭേദഗതി ചെയ്യാൻ ഗവൺമെൻറ്റിന് കഴിയുന്നുമില്ല, സംസ്ഥാന ഗവൺമെൻറ് കഴിയില്ല. ഇക്കാര്യത്തിൽ സംസ്ഥാന നിയമസഭ ഇതിലാവശ്യമായ പണിഷ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വർധനവ് വരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ളൊരു പ്രമേയം പാസ്സാക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കച്ചവടം നടത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ ആവശ്യമായ ഭേദഗതി നമ്മുടെ പഞ്ചായത്ത് രാജ് ആക്ടിൽ ഉൾപ്പെടെ കൊണ്ടുവരാൻ തയ്യാറാകുമോ, അതിനുള്ള ഒരു ആലോചന നടത്തുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. അങ്ങ് സൂചിപ്പിച്ച കാര്യം പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇപ്പം 3 തരത്തിലാണ് എക്സൈസ് വകുപ്പ് കേസെടുക്കുന്നത്. 1 അബ്കാരി ആക്ട്, 2 NDPS, 3 കോട്ട്പ. അതിലിപ്പോൾ അവസാനം സൂചിപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്ന പോലെ കോട്ട്പ അനുസരിച്ചാണ് ഇത്തരം കേസുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പലരും വിട്ടുപോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് ഭാവിയിൽ ഇത്തരം ഒരു നിയമം കൊണ്ടുവന്ന കാര്യത്തെ സംബന്ധിച്ച് പരിശോധിക്കാവുന്നു.